പ്രൊഫസറോ വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിച്ചുകൊള്ളുന്നു. ഒരു വേദവാക്യം വായിപ്പാൻ ആഗ്രഹിക്കുന്നു. യോവേൽ പ്രവചനം 2-13 വസ്ത്രങ്ങളെ അല്ല, ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കിലേക്ക് തിരിവിൻ. അവൻ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയവുമുള്ളവന് അല്ലോ. പ്രൈസലാമേ. ഇവിടെ തിരുവനന്തപുരത്ത് എഴുതിയിരിക്കുന്നത് മഹാദൈവം ഉള്ളവനല്ലയോ എന്നാണ്. അവസാന കിട്ടി നാം മനസ്സിലാകുന്നത് വസ്ത്രത്തെ അല്ല. ജീവിതത്തിൻ്റെ മേഖലകളിൽ മനുഷ്യൻ മണ്ണിനോടും പ്രൈസലോ മല്ല് പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഈ ലോക ജീവിത യാത്രയിൽ മനുഷ്യൻ പലവിധമായ ചിന്തകളും ഭാരങ്ങളും ജീവിതത്തിൽ നിലനിൽക്കാൻ പറ്റാത്ത അവസ്ഥയുടെ ഭാരങ്ങളായി മനുഷ്യൻ പല തട്ടുകളിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ചിലടത്ത് സമൃദ്ധിയായി ജീവിക്കുന്നു, ചിലർ അന്നേക്കുള്ളതായ ജീവിതങ്ങൾ കഷ്ടിച്ച് ജീവിച്ചു പോകുന്നു. മനുഷ്യൻ എല്ലാവരും ഒരു അളവിലല്ല ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം കഷ്ടതയുടെയും പ്രയാസങ്ങളുടെയും ബുദ്ധിമുട്ടുകളുടെയും ഞെരുക്കങ്ങളുടെയൊക്കെ വളർന്നു വന്നവർക്ക് മാത്രമേ കഷ്ടത എന്തെന്ന് അറിയാൻ കഴിയൂ. എന്നാൽ മനുഷ്യൻ പല ദുഃഖങ്ങളിൽ കഴിയുന്നവരുണ്ട്. എന്നാൽ ജന്മനാ സുഖിച്ച് അല്ലെങ്കിൽ സാമ്പത്തികമായ നിലയിൽ കഷ്ടത എന്തെന്നറിയാതെ ജീവിക്കുന്നവരും ലോകത്തുണ്ട്. അവർക്ക് പ്രൈസലോ കഷ്ടതയെക്കുറിച്ച് അറിയാൻ കഴിയില്ല. കാരണം അവർ അല്ലല് ഒന്നുമില്ലാതെ കഴിഞ്ഞു വന്നവരാണ്. അതുകൊണ്ട് വിശക്കുന്നവന് മാത്രമേ കഴിയൂ വിശപ്പിൻ്റെ യാഥാർത്ഥ്യം. വിശപ്പില്ലാത്തവന് അറിയാൻ കഴിയില്ല വിശപ്പിൻ്റെ യാഥാർത്ഥ്യം. അതുകൊണ്ട് അവർ ചിന്തിക്കുന്നത് എല്ലാവരും അവരെ പോലെയാണ് ജീവിക്കുന്നതെന്നാണ്. പണക്കാർ വിചാരിക്കുന്നത് അവർ എല്ലാവരും അവരെ പോലെയാണ് ജീവിക്കുന്നതെന്നുള്ള ധാരണയാണ് മനുഷ്യനുള്ളത്. മനുഷ്യൻ്റെ ദുഃഖങ്ങളും പ്രയാസങ്ങളും തിരിച്ചറിയാതെ ജീവിക്കുന്ന കുറെ ആത്മീയ മനുഷ്യർ ലോകത്തുണ്ട്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വഴികളിൽ ദൈവത്തിൻ്റെ ആലോചനകളിൽ ജീവിക്കുകയും ദൈവിക ആത്മീയ കൂട്ടായ്മയിൽ കൂടെ ജീവിക്കുകയും ചെയ്യുന്നതാണ് യഥാർത്ഥമായ ഒരു ക്രിസ്തീയ ജീവിതത്തിൻ്റെ കാതലായ ഒരു വിഷയമെന്ന് പറയുന്നത്. കാരണം കഷ്ടത അറിയാത്തവന് കഷ്ടതയെക്കുറിച്ച് അറിയാൻ കഴിയില്ല. അങ്ങനെയുള്ള ഒരു കാലഘട്ടമാണ് ആദ്യ കാലഘട്ടങ്ങളിൽ. ഈ കാലഘട്ടങ്ങളിൽ അങ്ങനെയൊക്കെ തന്നെയാണ് മനുഷ്യൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. വിശപ്പിൻ്റെ പോർവിളികളുണ്ട്, വെള്ളം കുടിക്കാൻ ദാഹിക്കുന്ന വിളികളുണ്ട്, കഷ്ടതയുടെ നടുവിൽ വിളിക്കുന്നവരുണ്ട്, നിലവിളി, പ്രയാസങ്ങളുടെ നടുവിൽ നിലവിളിക്കുന്നവരുണ്ട്, ദുഃഖങ്ങളുടെ നടുവിൽ നിലവിളിക്കുന്നവരുണ്ട്, സാമ്പത്തികമില്ലാതെ നിലവിളിക്കുന്നവരുണ്ട്. ഇങ്ങനെയുള്ള പല തട്ടുകളിലാണ് മനുഷ്യൻ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷെ ലോകത്തിൽ വിടിവിപ്പാൻ ഒരുവന് മാത്രമേ കഴിയൂ. കർത്താവായ യേശു ക്രിസ്തുവിന് മാത്രമേ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വിടുതൽ നൽകുവാൻ കഴിയൂ. മനുഷ്യൻ്റെ ജീവിതയാത്രയിൽ അനേക ആവശ്യങ്ങളുണ്ട്, ഏറിയ ആവശ്യങ്ങളുണ്ട്. പക്ഷെ അതെല്ലാം വീട്ടുവാൻ ദൈവത്തിന് കഴിയും. ദൈവം ചിലരെ അഗ്നി പരിശോധനയിൽ കൂടെ കടത്തിവിടുകയാണ്, ചിലരെ കഷ്ടതയിൽ കൂടെ നടത്തിവിടുകയാണ്. പ്രൈസ്തലോമേ, ഹല്ലേലൂയ. ദൈവം തൻ്റെ ജനത്തിൻ്റെ അവസ്ഥകളെ കണ്ട് വഴി തുറക്കുന്ന ഒരു ദൈവമുണ്ട്. ബൈബിളിലെ വചനങ്ങൾ ആസ്ഥാനമാക്കി തൊട്ട് സംസാരിച്ചാണ് ആലോചനകൾ അറിയിക്കുന്നത്. എന്നിൽ കേൾക്കുന്ന പ്രിയരെ, എല്ലാവർക്കും എൻ്റെ നന്ദിയും കടപ്പാട് അറിയിക്കുകയാണ്. നമ്മുടെ കർത്താവ് ജീവിക്കുന്നു. നമ്മുടെ കർത്താവിൻ്റെ ആലോചന നിറവേറ്റി തരുന്ന ദൈവമാണ്. പ്രൈസ് വിടുവിക്കുന്ന ദൈവം ഉണ്ടെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവാണ്.
സ്വർഗത്തിലെ ദൈവം നമ്മെ വിടിവിപ്പാൻ മതിയായ ദൈവമാണെന്നുള്ള കാര്യം യാതൊരു സംശയമില്ല. ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. പ്രൈസ്തലോമേ, ഏറെ ആത്മീയ ലോകത്തിൽ, അതായത് സ്തോത്രം, മനുഷ്യൻ അതായത് സ്തോത്രം ഗുണപ്പെട്ടവരൊന്നും അല്ല ആരും. ചുമ്മാതെ വേദപുസ്തകം എടുത്തുകൊണ്ട് സ്തോത്രം ചില ചർച്ചകളിലൊക്കെ പോയി പ്രാർത്ഥിച്ച് വരിക. പക്ഷേ ഹൃദയത്തിൽ കുശുമ്പും അഹങ്കാരവും ഭിന്നതയും അസൂയയും ഒരുവനെ കണ്ടുകൂടാ. അത് ഈ ജീവിതകാലത്തിൽ മരിക്കുമ്പോൾ പിന്നെ വിഷയമില്ല, മരണത്തോടെ അത് അവസാനിക്കുകയാണ്. അതായത് സ്തോത്രം പരിഹാസങ്ങൾ, ദുഷികൾ, കണ്ടുകൂടായ്മ, ഉൾറായ്മ, അതുപോലെ അസൂയ, ഇങ്ങനെയുള്ള മണ്ഡലങ്ങൾ ലോകത്തുണ്ട്, മനുഷ്യരുടെ ഇടയിലുണ്ട്. പക്ഷേ അതൊക്കെ മരണത്തോടെ എല്ലാം വിട പറയുകയാണ്. ജീവിച്ചിരിക്കുന്ന മനുഷ്യരോടാണ് മനുഷ്യൻ തന്നെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്. മരിച്ചു കഴിയുമ്പോൾ പിന്നെ ഓർക്കുകയോ ഒന്നുമില്ല. അതുതന്നെയാണ് തലമുറയും വീണ്ടും മരണങ്ങൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. നല്ല അതാ ജീവിച്ചാലും തീയതാ ജീവിച്ചാലും അതാ ചള്ളാ ജീവിച്ചാലും രണ്ടുപേർക്കും മരണം എന്തായാലും ഉണ്ട്. എന്നാൽ നല്ല രീതി ജീവിച്ചാൽ നമുക്കൊരു അന്ത്യമുണ്ട്, നിത്യത, അവിടെ എത്താൻ ഇടയായിത്തീരും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. ഇവിടെ രണ്ട് യാഗം അർപ്പിക്കുന്ന രണ്ടുപേരെ കാണാൻ കഴിയും. കാബേലും കയീൻ. കാബേൽ ആട്ടിടയനായിരുന്നു, കയീൻ കൃഷിക്കാരനായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ മുമ്പിൽ യാഗം അർപ്പിക്കേണ്ടതിന് രണ്ടുപേരും ക്ഷണിച്ചു, അനിയനും ചേട്ടനുമാണ്. കാബേലിൻ്റെ യാഗത്തിൽ സ്തോത്രം ദൈവം പ്രസാദിച്ചു. കയീൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ താൻ കൃഷിക്കാരനാണ്, കൃഷികളെല്ലാം കൊണ്ട് ദൈവത്തിന് നിവേദനം ചെയ്തു, അല്ലെങ്കിൽ യാഗം കൊണ്ട് അർപ്പിച്ചു. പക്ഷെ ദൈവം പ്രസാദിച്ചില്ല. ദൈവം ആഗ്രഹിക്കുന്നത് ബ്രീഷലോ യാഗവസ്തുവായ ആടോ എന്തെങ്കിലും ആയിരിക്കണം എന്നുള്ളതാണ്. യാഗവസ്തുവിന് പറ്റിയത് യാഗവസ്തു തന്നെ കൊണ്ടുവരണം. ദൈവം ആഗ്രഹിക്കുന്ന യാഗം തന്നെ അർപ്പിക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എന്നാൽ കാബേലിൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചു, കയീൻ്റെ യാഗത്തിൽ പ്രസാദിച്ചില്ല. അസൂയ ഉണ്ടായി. അങ്ങനെ കാബേലിനെ കയീൻ അടിച്ചു കൊന്നു. ഈ അസൂയയാണ് മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇന്നും പ്രേക്ഷലാമയും പ്രശ്നങ്ങളിലേക്ക് മൂത്തുകൊണ്ടിരിക്കുന്നത്. അസൂയ എന്ന് പറയുന്നത് പാപത്തിൽ നിന്ന് ഉൽപ്പതിച്ചതാണ്, പിശാചിൽ നിന്നുണ്ടാകുന്നതാണ്. ആത്മീയമായി ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് അസൂയ ഉണ്ടാവില്ല. കാരണം ആ വ്യക്തി പ്രേക്ഷകൾ മറ്റുള്ളവർ നന്നാവുന്നതും രക്ഷപ്പെടുന്നതും അനുഗ്രഹമായ നിലയിൽ ജീവിച്ചു പോകുന്നതാണ് ഒരു ആത്മീയം ചിന്തിക്കുന്നത്. എന്നാൽ ജഡീകൻ അങ്ങനെയല്ല. ആത്മീയം വളരുന്നത് ജഡീകന് ഇഷ്ടമല്ല. അതുകൊണ്ട് പ്രൈസ് സലാമെ ഹല്ലേലൂയ, ഇവിടെ യാഗം നല്ല രീതി അർപ്പിച്ചവനെ പ്രൈസ് കയീൻ കൊന്നു. പ്രൈസ് സലാമെ. അപ്പോൾ ദൈവസന്നിധിയിൽ പ്രസാദകരമായി യാഗം അർപ്പിക്കുന്നവരെയാണ് ദൈവം അനുഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ആ യാഗത്തിൽ ദൈവം പ്രസാദിച്ചു. താൻ മരിച്ചെന്ന് വിചാരിച്ച് യാഗം നിന്നില്ല, തുടർന്നും ആ യാഗത്തിലേക്ക് തന്നെ ദൈവം കൊണ്ടെത്തിച്ചു. സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിഷ്കളങ്കമായി പ്രൈസ് സലാമെ ഹല്ലേലൂയ ആ ദൈവസന്നിധിയിൽ നാം ജീവിക്കുകയും പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ബോധപ്പെടുത്തുകയും ചെയ്താൽ ദൈവം പിടിപ്പാനിടയായിത്തീരും. ഒരിക്കൽ അബ്രഹാം യാഗം അർപ്പിച്ചു. പക്ഷേ പ്രാവിൻ്റെ കുടലുകളൊന്നും എടുത്ത് കളയാതെ സ്തോത്രം യാഗം അർപ്പിച്ചപ്പോൾ റാഞ്ചൽ പക്ഷി ഇറങ്ങി, താൻ ഉറങ്ങിപ്പോയി. അപ്പോൾ വ്യക്തമായി ആലോചിച്ച് ചിന്തിച്ച് വേണം യാഗം അർപ്പിക്കേണ്ടത്. ഉറങ്ങാനോ കുടലുകളൊന്നും എടുത്ത് കളയാതെ പെട്ടെന്ന് യാഗം അർപ്പിച്ചു കഴിഞ്ഞാൽ അതിൽ
അല്ലെങ്കിൽ റാഞ്ചൽ പക്ഷി ഇറങ്ങും. അതായത് പൈശാചിക മണ്ഡലം ഇറങ്ങും. അതുകൊണ്ട് യാഗം അർപ്പിക്കുമ്പോൾ പ്രാവിൻ്റെ കുടലുകൾ എടുത്ത് കളഞ്ഞ് വൃത്തിയാക്കി നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കിയിട്ട് വേണം യാഗം അർപ്പിക്കുക. അതിൻ്റെ ഫലമായി അബ്രഹാമിൻ്റെ തലമുറയായിരിക്കുന്ന ഇസ്രായേൽ ജനം ഈ യാഗം ശരിയാകാഞ്ഞതുകൊണ്ട് പ്രൈസൽ അടിമത്തിൽ പോകേണ്ടി വന്നു. കഷ്ടതയുടെ കൂപ്പുകുത്തുവാനിടയായി തീർന്നു. പ്രൈസലാമെ അവരെ പിടിച്ചുകൊണ്ടുപോയി പ്രൈസലാമരെ കാരാഗൃഹത്തിൽ അടച്ചു. ദൈവത്തിൻ്റെ ശിക്ഷ വന്ന് ഈ യാഗം പ്രൈസലാമെ സൂക്ഷിക്കാഞ്ഞതിൻ്റെ ഫലമാണ്. അതുകൊണ്ട് പുതിയ നിയമ ആരാധനയിൽ ആരാധിക്കുന്ന പ്രിയരെ, നിങ്ങൾ ഉറങ്ങരുത്. ചിലർ ഷുഗറുള്ളവരുണ്ട്, ശാരീരികമായ ക്ഷീണമുള്ളവർ, അറിയാതെ ഉറങ്ങുന്നവരുണ്ട്. എങ്കിലും വളരെ സൂക്ഷിച്ചു വേണം ദൈവസന്നിധിയിൽ ഇരിക്കേണ്ടത്. ദൈവസന്നിധിയിൽ മനഃപൂർവ്വം ഇരുന്ന് ഉറങ്ങാൻ പാടില്ല. ഒന്ന്, ദൈവസന്നിധിയിൽ ഉറങ്ങാൻ പാടില്ല. രണ്ട്, ക്ഷീണത്തിൽ ഉറങ്ങിപ്പോയാൽ ഒരുപക്ഷെ അത് നിയന്ത്രിക്കാൻ വലിയ പാടാണ്. അങ്ങനെയുള്ളവർ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ആ രോഗത്തിന് വിടുതൽ പ്രാപിച്ചെടുക്കണം. ഷുഗറാണെങ്കിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് അതിന് വിടുതൽ പ്രാപിച്ചെടുക്കണം. ഒരിക്കലും ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ഉറങ്ങാൻ പാടില്ല. പ്രൈസലാമേ ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ അല്ലാത്ത സമയത്ത് ഉറങ്ങുന്നതിന് കുഴപ്പമില്ല. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം നമുക്കായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ പദ്ധതികളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. ആലോചനകളാൽ, വ്യവസ്ഥകളാൽ, പരിപാലനത്തിലായി ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ കരം അയച്ച് വിടുവിക്കുന്ന ദൈവത്തിൻ്റെ കരം ഈ ലോകത്തുള്ളതുകൊണ്ട് ദൈവത്തെ നാം ആരാധിച്ചു കൊണ്ടിരിക്കുക. ഒന്നായ സഹോദരൻ, ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കും. ദൈവത്തിൻ്റെ വചനത്തിൽ ഏറ്റവും വലിയ ക്വാളിറ്റി വിശുദ്ധിയാണ്. വിശുദ്ധി എന്ന് പറയുമ്പോൾ ന്യായപ്രമാണം രീതിയുള്ള വിശുദ്ധിയായിരിക്കണം. ഇവിടെ പല വിശുദ്ധന്മാരുണ്ട്. അങ്ങനെയുള്ള വിശുദ്ധിയല്ല പേരെടുത്ത വിശുദ്ധന്മാർ. അങ്ങനൊന്നുമില്ല. യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച എല്ലാവരും വിശുദ്ധരാണ്. പ്രത്യേകം ഒരു വിശുദ്ധരൊന്നുമില്ല. ചിലർ പറഞ്ഞ് അപമാനിക്കുന്നവരുണ്ട്. ഞങ്ങൾ വിശുദ്ധരാ, ഞങ്ങളെ സ്വർഗത്ത് പോകും എന്ന് പറഞ്ഞിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. വ്യാജമായ സംസാരങ്ങളാണ്. അതുകൊണ്ട് കർത്താവിനായി അലങ്കരിക്കപ്പെട്ട, കർത്താവിനായി വിശദീകരിക്കപ്പെട്ട കാൽവറിയിൽ അവസാനത്തെ രക്തം മാനവരാശിക്ക് വേണ്ടി ഒഴുക്കിയ യേശുവിൻ്റെ രക്തം കൊണ്ട് നമുക്ക് വിടുതലുണ്ട്, വിമോചനമുണ്ട്. വിശ്വസിക്കുന്നവർക്ക് വിമോചനമുണ്ട്. ഹൃദയത്തെ അറിയുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഉറവിടത്തിൽ നാം ദൈവസ്ഥനിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം വിടുവിപ്പാനിടയായിത്തീരും. സ്വർഗം നമുക്കായി പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഒന്ന്, സ്തോത്രം. യാഗം, സ്തോത്രയാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു. പുതിയ നിയമത്തിലെ യാഗം എന്ന് പറയുന്നത് സ്തോത്രയാഗമാണ്. ദൈവത്തെ മഹത്വപ്പെടുത്തണം. പഴയ നിയമത്തിൽ യാഗങ്ങളുടെ ഭൂഭാരമുണ്ടായിരുന്നു. പുതിയ നിയമത്തിൽ യേശുക്രിസ്തു പരമയാഗമായി തീർന്നു. എന്നാൽ ഇപ്പോൾ നാം ക്രിസ്തുവിൽ സന്തോഷിച്ച് സ്തോത്രയാഗം അർപ്പിക്കണം. ഓരോ ദിവസവും അവരുടെ രക്തത്താൽ, അവരുടെ വചനത്താൽ സ്തോത്രം ഹല്ലേലൂയ കഴുകി ശുദ്ധീകരിക്കുന്ന അതായിത്തീരും എന്നുള്ള കാര്യത്തെ യാതൊരു സംശയമില്ല. യേശുക്രിസ്തു ഹല്ലേലൂയ തൻ്റെ കരമയച്ച് വിടുവിക്കുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ പ്രസാദം ഒരു മനുഷ്യനിൽ വരുമ്പോൾ ഹല്ലേലൂയ അസൂയക്കാർ കൂടും. പ്രൈസ് ദി ലോർഡ്. അസൂയക്കാരുണ്ടാകുമ്പോൾ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ പ്രൈസ് ദി ലോർഡ് ഭയപ്പെടേണ്ട. അവരുടെ നടുവിൽ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ വെളിപ്പെടുത്തി തരുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തെ ഓർത്ത് നാം ദൈവത്തെ സ്തുതിക്കണം. ആകയാൽ ജീവനും ഭക്തിക്കും ആവശ്യമായത് ദൈവസന്നിധിയിൽ ഉണ്ടെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. കൃപയുടെ ഉറവിടമായ ദൈവം, സ്നേഹത്തിൻ്റെ നീതിയായ ദൈവം, അവൻ്റെ ബലമയച്ച് കർത്താവ് പ്രവർത്തിക്കുന്ന ദൈവമാണ്. യഹോവ എന്നിൽ കേൾക്കുന്ന പ്രിയരെ, ലോകത്തിലുള്ള എല്ലാ വചനം ശ്രവിക്കുന്ന എല്ലാവർക്കും ഉള്ള ആലോചനയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവം മനുഷ്യനെ വിളിച്ചു വേർതിരിച്ചത് ആരാധിക്കുവാനാണ്. മനുഷ്യനെ കൊണ്ട് ആരാധിപ്പിക്കുക എന്ന് ദൈവത്തിന് ഇഷ്ടമാണ്. അതാണ് ദൈവത്തിൻ്റെ മെയിൻ വിഷയം എന്ന് പറയുന്നത്.
ആരാധനയിൽ മനുഷ്യരെല്ലാം ദൈവത്തെ ആരാധിക്കണം. ആരാധന എന്ന് പറയുന്നത് ഞായറാഴ്ച മാത്രം കൂടി വരുന്ന ആരാധന മാത്രമല്ല. ദൈവസന്നിധിയിൽ നമ്മൾ കൈയടിച്ച് പാടി ദൈവത്തെ ആരാധിക്കുന്നത് ഏത് നിമിഷവും നമുക്ക് ആവശ്യമാണ്. ആരാധനയിൽ പ്രസാദിക്കുന്ന ദൈവമാണ്. ആരാധനയിൽ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ വചനം ആലോചനകളൊന്നും ചോർന്നും ഒലിച്ചൊന്നും പോവില്ല. കാരണം പ്രൈസ് ദി ലോർഡ് വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനായ ദൈവമാണ്. തൻ്റെ കരമയച്ചു പ്രൈസ് ദി ലോർഡ് ദൈവം പ്രവർത്തിപ്പാനിടയായിത്തീരും. സ്വർഗത്തിലെ ദൈവം പ്രൈസ് ദി ലോർഡ് ആരാധന വിറ്റു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ദൈവ തേജസ്സിൻ്റെ മഹിമയിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ വല്ലഭത്വത്തെ ഓർത്ത് ദൂതന്മാർ ദൈവത്തെ സ്തുതിച്ചും ആരാധിച്ചും കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ മേഖലകളിൽ നാം ആയിരിക്കുന്ന മണ്ഡലങ്ങളിൽ ദൈവത്തെ ആരാധിച്ചും ദൈവത്തെ സേവിച്ചും പോയാൽ ദൈവ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ വരും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം ഹല്ലേലൂയ തൻ്റെ ആത്മാവിൻ്റെ ശക്തി അയച്ചു വിടുകയും ഏത് പൈശാചിക മണ്ഡലങ്ങളിൽ ദൈവം പ്രൈസ് ദി ലോർഡ് തച്ചുടയ്ക്കും. സ്വർഗത്തിലെ ദൈവം യേശു ക്രിസ്തു ഹല്ലേലൂയ സ്തോത്രം വിടുവിച്ചാൽ തൻ്റെ കരമയച്ച് വിടുവിച്ച് തവിടുപൊടിയാക്കുന്ന ദൈവമാണ്. അതായത് പൈശാചിക മണ്ഡലങ്ങളിൽ തവിടുപൊടിയാക്കുന്ന ദൈവമാണ്. ദൈവകൃപ, ദൈവാലോചനയിൽ, ദൈവത്തിൻ്റെ ഭക്തിയിൽ, ദൈവത്തിൻ്റെ സ്നേഹത്തിൽ, ദൈവത്തിൻ്റെ ആദരവിൽ, ദൈവത്തിൻ്റെ ആലോചനയിൽ നാം ജീവിച്ചാൽ ദൈവം നമ്മെ അനുഗ്രഹിപ്പാൻ ഇടയായിത്തീരും. തേജോവനായ ദൈവം തൻ്റെ കരമയച്ചു വിടുതലിൻ്റെ വചനമയച്ച് ആത്മാവിൽ ഒരുക്കി തൻ്റെ തേജോവനായ ദൈവത്തിൻ്റെ കരങ്ങളിൽ പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ വ്യവസ്ഥകളെ ഓർത്ത് നാം ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയും ആരാധിക്കേണ്ടിയിരിക്കുന്നു. ഈ ലോകത്തിൽ നശിച്ചു പോകുന്ന എല്ലാ മേഖലകളിൽ ആശ്രയിച്ചിരിക്കുന്നവരായിട്ടല്ല, മറിച്ച് നശിക്കാത്തതായ വിശ്വാസത്തിൽ നിലനിന്ന് പോകുന്നതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ച ദൈവം ആഗ്രഹിക്കുന്നത്. വിശ്വാസങ്ങൾ ത്യജിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. വിശ്വാസമില്ലാത്ത ഒരു കാലഘട്ടമാണ്. പലർക്കും വിശ്വാസമില്ല. ദൈവത്തോട് വിശ്വാസമില്ല. സ്തോത്രം. മനുഷ്യരോടും വിശ്വാസമില്ല. സ്തോത്രം. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ വിളിച്ചു പറയുന്നത് ഹല്ലേലൂയ വചനമയച്ച് വിടുവിക്കുന്ന ദൈവമാണ്. സ്വർഗം അവിടുന്ന് കർത്താവ് പ്രവർത്തിപ്പാനിടയായിത്തീരും. നമ്മുടെ ജീവിതത്തിൻ്റെ ഏതു മേഖലകളിലും ദൈവത്തിൻ്റെ കരമയച്ച വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. മനുഷ്യൻ മറ്റുള്ളവരെ തകർന്നു പോകുമ്പോൾ, അതായത് മറ്റുള്ളവർ തകർന്നു പോകുമ്പോൾ മനുഷ്യന് വലിയ സന്തോഷമുള്ളവരുണ്ട്, ചിരിക്കുന്നവരുണ്ട്. മറ്റുള്ളവർ ഒരിക്കലും ഉയർച്ച പ്രാപിക്കാതിരിക്കുമ്പോൾ ചിലർ കണ്ട് സന്തോഷിക്കുന്നവരുണ്ട്. ഇന്നും ഒരാഴ്ച മുഴുവനും മറ്റവൻ്റെ ഉയർച്ച കണ്ട് സഹിക്കാൻ വയ്യാതെ ഇന്നും പല്ല് കടിച്ച് മുറുകി ജീവിക്കുന്നവരുണ്ട്. കാരണം പ്രൈസ് ദി ലോർഡ് ദൈവത്തിൻ്റെ വചനങ്ങൾ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ പറയുന്നത് ഒരുവനോട് ദൈവത്തിനോട് കരുണ തോന്നിയാൽ ആ കരുണ അനുഗ്രഹത്തിൻ്റെ തലങ്ങളിൽ എത്തിക്കുന്ന ദൈവമാണ്. അത് വരുമെന്ന് ചിലർക്കറിയാം. അതുകൊണ്ട് എന്ത് ചെയ്യും? പല്ല് കടിച്ചും അസൂയം പൂണ്ടും നിൽക്കുകയാണ്. പുറമേ കാണുന്നില്ലെങ്കിൽ ഉള്ളുകൊണ്ട് പല്ല് കടിക്കുന്ന ചില ആൾക്കാരുണ്ട് ലോകത്ത്. അതെന്താണെന്ന് ചോദിച്ചാൽ ആത്മാവിൽ ജീവിക്കാത്തത് കൊണ്ടാണ് മറ്റുള്ളവരെ ഉയർച്ച കണ്ടിട്ട് പല്ല് കടിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആദ്യ കാലങ്ങളിലൊക്കെ പ്രാർത്ഥനയും സ്തോത്രവും മനസാന്തരവും വിശ്വാസവും ഒക്കെ പലർക്കും ഉണ്ട്. ചില നാളുകൾ കഴിയുമ്പോൾ പിന്നെ അതൊന്നുമില്ല. പിന്നെ തമ്മി കണ്ടുകൂടാ. പിന്നെ പ്രൈസ് ദി ലോർഡ് ആളിനെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നതേ ഉള്ളൂ. അകത്ത് ഒന്നും
കാണുന്ന രീതിയിൽ ഗുണപ്പെട്ടിട്ടില്ല പലരും. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നവർ, ആരാധിക്കുന്നവർ, വിശ്വസിക്കുന്നവർ ഹല്ലേലൂയ നിലനിൽക്കുമെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. ദൈവത്തിൻ്റെ വചനം അക്ഷരപ്രതി നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വീട്ടിൽ ഒരു അമ്മച്ചിയുണ്ടായിരുന്നു. തൻ്റെ കൊച്ചുമകൾക്ക് വേണ്ടി ഒരു കടയിൽ പോയപ്പോൾ ഒരു ഐസ് പെട്ടിയായിട്ട് ഒരാൾ ഐസ് ഐസ് എന്ന് പറഞ്ഞു വന്നു. എന്നാൽ അതിൽ ആ അമ്മച്ചി 2 ഐസ് മടി മേടിച്ച് വെച്ചിട്ട് പൈസയും കൊടുത്ത് കൊച്ചുമകൾക്ക് കൊണ്ട് കൊടുക്കാനായിട്ട് വരികയാണ്. ചില ദൂരം കഴിഞ്ഞ് ചിലതൊക്കെ കയറി ഇനി കഴിഞ്ഞ് വന്നപ്പോഴും ഈ ഐസ് മേടിച്ചു വെച്ചിരുന്നത് മറന്നുപോയി. അതങ്ങ് തണുത്ത് കമ്പ് മാത്രമേ ഉള്ളൂ. ഇതവരറിഞ്ഞില്ല. എന്നാൽ ആ മോളെ വിളിച്ച്, മോളെ വാ, കൊച്ചുമോളെ വാ, ഐസ് ഞാനെണ്ണം മേടിച്ചു എന്നും പറഞ്ഞ് മടിയിൽ നിന്ന് എടുത്തു നോക്കിയപ്പോൾ 2 കമ്പ് മാത്രമേ ഉള്ളൂ. ഇതെങ്ങനെ സംഭവിച്ചു? ഐസ് അലിഞ്ഞുപോയി. അതിലൊരു ദൈവത്തിൻ്റെ വചനത്തിന് തോന്നുന്നുണ്ട്. എനിക്കും നിന്നിലും ദൈവത്തിൻ്റെ ആലോചന വാഗ്ദത്തമുണ്ടെങ്കിൽ അലിഞ്ഞു പോകുന്നതല്ല. കാലം മാറിയാലും, ദിനങ്ങൾ മാറിയാലും, ദിവസങ്ങൾ മാറിയാലും, മാസങ്ങൾ മാറിയാലും അതൊരിക്കൽ നിറവേറ്റും. ദൈവത്തെ അറിയുന്ന, തൻ്റെ ജനത്തെ വിടുവിക്കുന്ന, അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ യേശു ക്രിസ്തുവാണ്. വാക്ക് പറഞ്ഞവർ വിശ്വസ്തനാണ്. ദൈവത്തെ ആർക്കും ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ ദൈവം ഒരു മനുഷ്യൻ്റെ സൈഡിൽ നിൽക്കത്തില്ല. ചിലർ വിചാരിക്കുന്നത് മനുഷ്യൻ്റെ സൈഡിൽ നിന്ന് പ്രവർത്തിക്കുന്ന ദൈവമാണ്. ആരെങ്കിലും സൈഡിൽ നിന്ന് ദൈവം പ്രവർത്തിച്ചിരുന്നെങ്കിൽ നമ്മൾ ആരും ഒന്നും രക്ഷപ്പെടത്തില്ലായിരുന്നു. കാരണം ദൈവം ആരെയും സൈഡിൽ നിന്ന്, ആരുടെയും സൈഡിൽ നിന്ന് ഗുണ കേൾക്കുന്നില്ല. ആരുടെയും സൈഡിൽ നിന്ന് ഫലം മേടിക്കുന്നില്ല, പ്രതിഫലം വാങ്ങുന്നില്ല. ദൈവം നേരിട്ട് തന്നെ റയവത്തായിട്ട് തന്നെ കണ്ട് അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ഇതോ ആരുടെ ഒത്താശയൊന്നും വേണ്ട. ഈ ഒരു ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. മനുഷ്യമായിട്ടുള്ള ബന്ധത്തിലുള്ള പല കാര്യങ്ങളും മനുഷ്യൻ തീരുമാനിച്ചെങ്കിൽ മാത്രമേ അത് എന്തെങ്കിലും ചെയ്യുകയും പ്രവർത്തിക്കുകയും ചെയ്യും. പക്ഷേ ദൈവം അങ്ങനെയല്ല. മനുഷ്യന് കൂട്ടുപിടിക്കുന്ന ദൈവമല്ല. മനുഷ്യനെ കൂട്ടുപിടിക്കും. എന്നാൽ ദൈവം പ്രൈസലോമേ മനുഷ്യനെ കൂട്ടുപിടിക്കുന്നില്ല. വ്യക്തമായി കണ്ട് ആ വസ്ത്രത്തെ അല്ല ഹല്ലേലൂയ കീറുന്ന ദൈവത്തിൻ്റെ വചനത്തിൽ ഹല്ലേലൂയ സ്തോത്രം അവൻ നേരിട്ട് കണ്ട് മനസ്സിലാക്കി അനുഗ്രഹിക്കുന്ന ദൈവമാണ്. സ്തോത്രം. അതുകൊണ്ട് ഈ ദൈവത്തെ വിശ്വസിക്കാൻ നമുക്ക്. കാരണം ദൈവം ആരുടെയും പക്ഷത്തേക്കുന്നില്ല, ആരുടെയും പ്രതിഫലം വാങ്ങുന്നില്ല, ആരോടും ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്നില്ല. ദൈവം സ്വയംഭൂവാണ്, വ്യക്തിത്വമുള്ള ദൈവമാണ്. ദൈവത്തിന് ഒരുവനെ അനുഗ്രഹിക്കാൻ പദ്ധതി ഉണ്ടെങ്കിൽ, ഒരുവനെ ഉയർത്തുവാൻ പദ്ധതി ഉണ്ടെങ്കിൽ, ഒരുവനെ അഭിഷേകം ചെയ്യാൻ പദ്ധതി ഉണ്ടെങ്കിൽ, ഒരുവനെ ലോകത്തിൽ അനുഗ്രഹിക്കാൻ പദ്ധതി ഉണ്ടെങ്കിൽ, സാമ്പത്തികവും ഭൗതികവും ഉയർത്തുവാൻ പദ്ധതി ഉണ്ടെങ്കിൽ അത് ദൈവമാണ് ചെയ്യുന്നത്, മനുഷ്യനല്ല. മനുഷ്യൻ അടച്ചാലും, മനുഷ്യൻ എന്തൊക്കെ പറഞ്ഞ് ഹല്ലേലൂയ സംസാരിച്ചാലും, ഓ സ്തോത്രം ഹല്ലേലൂയ, ദൈവം തുറന്നാൽ ആർക്കും അടയ്ക്കാൻ കഴിയില്ല. ദൈവമാണ് അനുഗ്രഹിക്കുന്നത്. സ്തോത്രം ഹല്ലേലൂയ. ചിലർ വിചാരിക്കുന്നത് വിശ്വാസമെല്ലാം പോവും, എന്തെങ്കിലും നുണ പറഞ്ഞാൽ കഷ്ടതയിലാവും, പ്രയാസങ്ങളും കുടുങ്ങിപ്പോകും, ആരുമില്ലാതാവും, നമുക്ക് അവന് പണി കൊടുക്കാം എന്നൊക്കെ പലരും പറഞ്ഞ് പണിയൊക്കെ ചെയ്യും. പക്ഷേ അവരുടെ നടുവിൽ പ്രൈസലാം ദൈവം വിളിച്ചവനെ ശ്രേഷ്ഠമായ അനുഭവങ്ങളിൽ നടത്തും. ഉന്നതനങ്ങളിൽ തേജോമനായ ദൈവം തൻ്റെ കരം അയച്ച് പ്രവർത്തിക്കും. കാരണം മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തിൽ നുണ പറഞ്ഞ് അവതരിപ്പിക്കുമ്പോൾ ദൈവം പ്രൈസലാമേ അതൊന്നും നോക്കില്ല. ദൈവത്തിൻ്റെ അനുഗ്രഹം ആര് വിശ്വസിക്കുന്നു അവരെ ഉയർത്തുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. പ്രൈസലോ. ഉന്നതനായ ദൈവം, സർവശക്തൻ, വിശ്വസ്തനായ ദൈവം തൻ്റെ കരം അയച്ച് പ്രവർത്തിക്കും. എന്നിൽ കേൾക്കുന്ന പ്രിയരെ, നീ ഏത് മണ്ഡലങ്ങളിലായിരിക്കുന്നു അവിടെ ദൈവം നിന്നെ വിടിയിപ്പാൻ കടന്നു വരും, നിന്നെ അനുഗ്രഹിപ്പാൻ കടന്നു വരും, നിന്നെ സഹായിപ്പാൻ കടന്നു വരും. പ്രൈസലോമേ. നീ ഇപ്പോൾ നിൽക്കുന്ന കൊട്ടപൂജ്യത്തിലാണോ എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായി ഒന്നുമില്ലാതെ തകർന്ന അനുഭവമാണോ?
നിന്നെ വലിയ സമ്പന്നങ്ങളിലേക്ക് നടത്തുവാൻ നിന്റെ ദൈവത്തിന് കഴിയും. ലോകത്തിന് നിന്നെ അനുഗ്രഹിപ്പാൻ ഒരുവന് മാത്രമേ കഴിയൂ, നസ്രയനായ യേശു ക്രിസ്തുവിന്. ദൈവം പദ്ധതിയിട്ടാൽ പിശാചിനൊന്നും ചെയ്യാൻ കഴിയില്ല. ദൈവം ഒരു പദ്ധതിയിട്ടാൽ അത് നിവൃത്തിയാക്കി തന്നെ ചെയ്യും. ദൈവം ഒരു ആലോചന ഇട്ടാൽ ദൈവം അത് നിവൃത്തിയാക്കി തന്നെ ചെയ്യും. ദൈവം ഒരു പ്രൈസലാമെ ആലോചന ഇട്ടാൽ അത് നിവൃത്തിയാക്കി തന്നെ ചെയ്യും. അതുകൊണ്ട് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ ഒന്നും അലിഞ്ഞു പോകുന്നതല്ല, ഐസ് പോലെ അലിഞ്ഞു പോകുന്നതല്ല. പ്രൈസലാമെ, വാഗ്ദത്തങ്ങൾ ദൈവം പറഞ്ഞിരിക്കുന്നത് തൻ്റെ ജനത്തോടുള്ള വ്യവസ്ഥയുടെ അനുസരിച്ച് അത് നിറവേറ്റിത്തരുന്ന യഹോവയുടെ കരമുണ്ട്. അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് ഒരു പിതാക്കന്മാരുടെ ദൈവമാണ്. ആദിയിൽ പ്രൈസലാമേ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു. പ്രൈസലാമേ, ദൈവം മനുഷ്യരിലേക്ക് വന്നു. അതാണ് കർത്താവായ യേശു ക്രിസ്തു. ജഡമായി വന്നു, ജഡ അവതാരം എടുത്തോ ദൈവം പ്രൈസലോ നമ്മുടെ ഇടയിൽ പാർത്തു. പ്രൈസലോ, തൻ്റെ നിന്നിലും കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ഇന്ന് ജീവിക്കുന്നു. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾക്ക് പ്രൈസലോ നിറവേറ്റി തരുന്ന ദൈവ പല്ലവം, ദൈവത്തിൻ്റെ സ്നേഹത്തെ ഓർത്ത് നാം ദൈവത്തെ സ്തുതിക്കുക. ആകാശം മാറും, ഭൂതലം മാറും, ദൈവത്തിൻ്റെ വസ്തുക്കൾ ഒരു നാൾ മാറില്ല. സ്തോത്രം. മനുഷ്യൻ്റെ മാനസികമായ വാക്കുകളൊക്കെ മാറിപ്പോകും. ഒരുവനെ കുറിച്ചുള്ളതായ എന്തൊക്കെ പദ്ധതികളിട്ട് സംസാരിച്ചാലും മാറിപ്പോകും. എതിരായിരുന്നാലും അത് മാറിപ്പോകും. ദൈവം തൊടും ചിലരെ. പ്രൈസലാമേ, ദൈവം ജനത്തിനെതിരായി നിൽക്കുന്നവരെയൊക്കെ ദൈവം തൊടും. പ്രൈസലാമേ, ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടും. അതുകൊണ്ട് ദൈവത്തിന് അനുകൂലമായി നിന്നാൽ ദൈവം പ്രവർത്തിക്കും. അതാ ദൈവ വചനം പറയും, ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം നമുക്ക് ആര്? ദൈവം പ്രതികൂലമായി നിന്നാൽ ആർക്കും പ്രവർത്തിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അനുകൂലമായി നിൽക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങളിൽ നാം ഏൽപ്പിച്ചു കൊടുക്കുക. ലോകത്ത് നമ്മെ ആരും വില കൽപ്പിക്കണ്ട. സ്തോത്രം. ഉറ്റവർ, ഉടയവർ, സ്നേഹിതർ, ബന്ധുക്കൾ ആരും നമ്മെ കൽപ്പിക്കണ്ട. വിളിച്ചവൻ ദൈവം. ആ ദൈവം പ്രൈസലാമെ അനുഗ്രഹിച്ച് മാനിക്കുന്ന ഒരു ദൈവമാണ് കർത്താവായ യേശു ക്രിസ്തു. എന്നെ നിന്നെ ഈ ലോകത്തിൻ്റെ എന്തെങ്കിലും നേട്ടങ്ങൾക്ക് വേണ്ടി കൊടുക്കണ്ട എന്ന് തടയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പണി പ്രൈസൽ വരും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ശക്തമായ വിടുതൽ ഹല്ലേലൂയ അനുഭവിപ്പാൻ നാം പ്രൈസലോമേ ദൈവസന്നിധിയിലേക്ക് ചെല്ലുക, കൃപാസനത്തിലേക്ക് ചെല്ലുക. ദൈവം നമ്മെ വെടിവിപ്പാനിടയായി തീരും. അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്ദേശം പറയുന്നതാണ്, ആരാധനയ്ക്ക് യോഗ്യൻ കർത്താവായ യേശു ക്രിസ്തുവാണ്. കാബേലും കയീനും ആരാധനയ്ക്ക് പോയി. കാബേലിൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ച് അനുഗ്രഹിച്ചു. എന്തുകൊണ്ട്? ദൈവം ആഗ്രഹിച്ച ആരാധന സമർപ്പിച്ചപ്പോൾ, ആടിനെ ആരാധനയ്ക്ക് സമർപ്പിച്ചപ്പോൾ ആ യാഗത്തിൽ ദൈവം പ്രസാദിച്ചു. കാബേലിൻ്റെ രക്തത്തെ, ഗുണകരമായ രക്തം യേശു ക്രിസ്തു രക്തമാണ്. യേശു ക്രിസ്തു പരമയാഗമായി തീർന്നു. ആ യാഗത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ സകല ശാപവും, സകല രോഗവും, സകല പാപവും കഴുകി ശുദ്ധീകരിച്ചു. ചിലർ വിചാരിക്കുന്നു പ്രൈസലാമേ നമുക്ക് ശാപമിരിക്കും പറഞ്ഞിരിക്കുക. യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്നവന് ശാപമില്ല. വചനം വെളിപ്പാട് അറിഞ്ഞിടാത്തവരല്ല ഇതാ ചിന്തിക്കും നമുക്ക് ശാപമാണ്, നമുക്ക് സാമ്പത്തികം ഉയരാത്തതും നന്മകളുണ്ടാകാത്തതും ജീവിതത്തിൽ ഗതിയില്ലാത്തതൊക്കെ, ജീവിതത്തിൻ്റെ മനുഷ്യൻ നോക്കുമ്പോൾ ഒന്നും ഉണ്ടാകുന്നില്ല, അതൊക്കെ ശാപം പറഞ്ഞിരിക്കുക. മണ്ടന്മാര്. സ്തോത്രം. ഹല്ലേലൂയ. ഇതൊക്കെ ലഭിച്ചെങ്കിലേ ശാപം ഇല്ലെന്നാണ് ചിന്തിക്കുന്നത്. അതൊന്നും ഇല്ലെങ്കിലും ശാപം ദൈവം മാറ്റിയിരിക്കുകയാണ്. എവിടെയാണ്? കാൽവറിയിൽ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുമ്പോൾ സ്തോത്രം സകല പാപവും പോക്കി സകല ശാപവും നീക്കി അനുഗ്രഹിക്കുന്ന ദൈവം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അതുകൊണ്ട് ധൈര്യമായി സന്തോഷിക്കാം. നമുക്കിനി ശാപമില്ല. നാം ശാപത്തിൽ മരിച്ചു കിടന്ന കർത്താവിനെ വിളിച്ചു വേർതിരിച്ചോ, നമ്മെ പുത്രത്തിൻ രാജ്യത്തിലാക്കി
അപ്പോൾ നമ്മുടെ ശാപങ്ങൾ കഴുകി ശുദ്ധീകരിച്ച് ദൈവവചനം അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. ദൈവവചനം അല്ലാതെ വേറെ ആരെങ്കിലും ഉപദേശിക്കുന്നെങ്കിൽ അത് ശാപ. ദൈവവചനം എന്ത് പറയുന്നു അതുപോലെ തന്നെ സംഭവിക്കും. ദൈവത്തിന് വചനം പറയുന്നത് നമ്മുടെ പാപത്തിൻ്റെ ശാപത്തിൻ്റെ ശിക്ഷ ദൈവം ഏറ്റെടുത്തുന്ന, അതിനപ്പുറം വേറൊന്നുമില്ല. അതുകൊണ്ട് സ്വതന്ത്രം നല്ല ഒരു യാഗം ദൈവസ്ഥാനത്തിൽ നാം അർപ്പിക്കുമ്പോൾ ദൈവപ്രസാദം നമുക്കുണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. സ്നേഹനിധിയായ ദൈവം, സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ, ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഉപസംഗ്രഹിക്കുന്നു. ദൈവനാമം ഉണ്ടാകട്ടെ. ആമേൻ.